Hi students, good morning all and welcome to our zoology class. നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ചാപ്റ്ററിൽ ഡൈജഷൻ ഓഫ് ഫുഡ് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്റ്റൊമക് വരെയാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഡൈജഷൻ ഇൻ സ്റ്റൊമക്. ആൻഡ് നൗ ടുഡേ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ഡൈജഷൻ ഓഫ് ഫുഡ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലേ? സ്റ്റൊമക് കഴിഞ്ഞു വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഓൾറെഡി സ്റ്റഡീഡ് ദ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഓഫ് എ ഗട്ട് അല്ലേ? നമുക്കൊരു സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഒക്കെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ എടുത്താൽ 4 ലെയേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു ആ 4 ലെയേഴ്സ്? ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള സെറോസ, ദെൻ മസ്കുലാരിസ്, ദെൻ കം സബ് മ്യൂക്കോസ ആൻഡ് ദെൻ മ്യൂക്കോസ അല്ലേ? എന്നിട്ട് ഉള്ളിൽ ല്യൂമൻ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ അല്ലേ അതിന്റെ ലെയേഴ്സ് ഒക്കെ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പം ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ ഫുഡ് എത്തിയാൽ okay, when the food reaches the small intestine, various types of movements, different types of movements are generated by the small intestine, by the muscularis layer of small intestine. നമ്മൾ ഈ 4 ലെയേഴ്സിൽ എന്താണ് മസ്കുലാരിസ് ലെയർ ഒക്കെ പ്രത്യേകിച്ച് ധാരാളം എന്താണ് മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മിക്സ് ദ ഫുഡ് വിത്ത് ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് അല്ലേ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സെക്രീറ്റ് ചെയ്യുന്ന ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം എന്താണ് ഒരുപാട് സംഭവങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യൂ അല്ലേ? അപ്പം അതുമായിട്ട് ഫുഡ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് കാണിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നത് എന്നറിയാമോ? എന്തൊക്കെയായിരിക്കും? ദ ബൈൽ അല്ലേ? ബൈൽ എന്ന് പറയുന്നതും അതുപോലെ പിന്നെ വരുന്നതാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ജൂയിസ്. അപ്പൊ ബൈലും പാൻക്രിയാറ്റിക് ജൂയിസും അതേപോലെ ഒരുപാട് ഇൻറ്റസ്റ്റൈനൽ ജൂയിസസും ഉണ്ട്. അതെല്ലാം കൂടെ കംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അതിൽ നമ്മുടെ ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജൂയിസ് എങ്ങനെയാ റീച്ച് ചെയ്യുക സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട്? ബൈ ദ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് അല്ലേ? നമ്മളത് പഠിച്ചപ്പോൾ ഫിഗർ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഹെപ്പാറ്റോ മീൻസ് ലിവർ അല്ലേ? ലിവറിൽ നിന്നുള്ള ബൈലും പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ജൂയിസും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ് എത്തുന്നത്. പ്ലസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ സെക്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ഫുഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ മസ്കുലാരിസ് ലെയർ ധാരാളം ചേർണിംഗ് മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കുന്നത്. ഇൻ ഓർഡർ ടു മിക്സ് ദ ഫുഡ് thoroughly with the intestinal juices. ക്ലിയർ ആയോ? about this pancreatic juice, നമ്മൾ പാൻക്രിയാസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജൂയിസ് പറഞ്ഞു. അതിൽ എന്തൊക്കെ കണ്ടന്റ് ആണുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് വേരിയസ് ഇനാക്റ്റീവ് എൻസൈം. ഒരുപാട് ഇനാക്റ്റീവ് ഫോമിലുള്ള എൻസൈംസ് ഉണ്ട്. ലൈക്ക് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, അമൈലേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയേസസ്, പ്രോകാർബോക്സി പെപ്റ്റിഡൈസസ്, അങ്ങനെ ധാരാളം ഇനാക്റ്റീവ് ഫോമിലുള്ള എൻസൈംസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ എന്ത് പാൻക്രിയാറ്റിക് ജൂയിസ്. And all these enzymes are inactive form ആണ് അല്ലേ? അപ്പൊ അതിനെ ആക്റ്റീവ് ഫോമിലോട്ടാക്കി മാറ്റാൻ വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ വേണം. അപ്പൊ നമ്മുടെ ട്രിപ്സിനോജൻ പറയുകയാണെങ്കിൽ അതിന്റെ ആക്റ്റീവ് ഫോമാണ് ട്രിപ്സിൻ. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ട്രിപ്സിനാക്കി മാറ്റാൻ അവിടെ ഏത് എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എൻറ്ററോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള മ്യൂക്കോസ ലെയർ സെക്രീറ്റ് ചെയ്യുന്ന എൻറ്ററോകൈനേസ് ആണ് എന്ത് ട്രിപ്സിനോജന് ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ട്രിപ്സിനാക്കി മാറ്റുന്നത് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊക്കെ ഇനാക്റ്റീവ് ഫോമിലുള്ള എൻസൈംസ് ആയിരുന്നു പാൻക്രിയാറ്റിക് ജൂയിസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ മ്യൂക്കോസ ലെയറൊക്കെ എന്താണ് എൻറ്ററോകൈനേസ് എന്ന് പറയുന്ന ഒരു ആക്ടിവേറ്റിംഗ് എൻസൈം സെക്രീറ്റ് ചെയ്യും. അതിന്റെ സഹായത്തോടു കൂടി ട്രിപ്സിനോജൻ വിൽ കൺവേർട്ട്സ് ഇൻടു ദ ആക്റ്റീവ് ഫോം ട്രിപ്സിൻ. ആക്ടിവേറ്റഡ് ട്രിപ്സിൻ എന്താണ് ബാക്കി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ പാൻക്രിയാറ്റിക് ജൂയിസിലുള്ള ബാക്കി എല്ലാ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസിനൊക്കെ ആക്ടിവേറ്റഡ് ആവും. അപ്പൊ അതിലൊന്ന് നമ്മുടെ ട്രിപ്സിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോമിലുള്ള എൻസൈം ട്രിപ്സിനായിട്ട് മാറിയാൽ വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ്സ് ഓൾ അതർ എൻസൈംസ് ഇൻ ദ പാൻക്രിയാറ്റിക് ജൂയിസ് അല്ലേ? ഈ ആക്റ്റീവ് ഫോമിലല്ലാത്ത ബാക്കി എല്ലാ എൻസൈംസിനെയും ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എല്ലാ എൻസൈംസും ഒക്കെ ആക്ടിവേറ്റഡ് ആയി അല്ലേ? അപ്പൊ അതാണ് പാൻക്രിയാറ്റിക് ജൂയിസ്. അതിൽ ധാരാളം എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു എൻസൈംസ്? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ അല്ലേ? അതുപോലെ ഒരുപാട് അമൈലേസസും ലിപ്പേസസും ന്യൂക്ലിയേസസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണ് ബൈൽ എന്ന് പറഞ്ഞു അല്ലേ? ഇറ്റ് സെക്രീറ്റഡ് ബൈ ലിവർ. അപ്പൊ ബൈലിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണുള്ളത്? ബൈലിൽ ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്. ബിലിറൂബിൻ ആൻഡ് ബിലിവേറിൻ. ഹാവൻ യു ഹേർഡ് അബൌട്ട് ദാറ്റ് ബൈൽ പിഗ്മെന്റ്സ് അല്ലേ? നമ്മൾക്ക് ജോണ്ടിസ് എന്ന് പറയുന്ന ഡിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബൈൽ പിഗ്മെന്റ്സിനെ കുറിച്ചൊക്കെ കേട്ട് കാണും അല്ലേ? സോ ദ ബൈൽ പിഗ്മെന്റ്സ് നോൺ ആസ് ബിലിറൂബിൻ ആൻഡ് ബിലിവേറിൻ. അതുപോലെ ബൈലുള്ളതാണ് ബൈൽ സോൾട്ട്
ഓക്കെ, പിന്നെ ബൈൽ കണ്ടന്റിലുള്ളതാണ് കൊളസ്ട്രോൾ, ദെൻ ഫോസ്ഫോലിപ്പിഡ്സ്, ബട്ട് നോട്ട് എൻസൈം. എൻസൈംസ് നമ്മുടെ ബൈലിൽ പ്രസന്റ് അല്ല, പക്ഷെ ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോളും ബൈൽ സോൾട്ടും ബൈൽ പിഗ്മെന്റ്സും എല്ലാം അടങ്ങിയതാണ് ബൈൽ. അതേപോലെ നമ്മുടെ ലിപ്പേസസിനെയും ആക്ടിവേറ്റ് ആകും അല്ലേ. നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസിലൊക്കെ ധാരാളം ലിപ്പേസസ് എൻസൈംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ആക്ടിവേറ്റ് ആക്കുന്നതും ബൈലാണ്. ബൈൽ എന്തിനാണ് സഹായിക്കുന്നത്? വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ബൈൽ? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിന് അല്ലേ, വലിയ ലാർജർ ഫാറ്റ് മോളിക്യൂളിനൊക്കെ സ്മോളർ നിസിലസ് എന്ന് പറയും, ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റുന്ന എമൽസിഫിക്കേഷൻ പ്രോസസ്സിൽ വലിയൊരു റോള് വഹിക്കുന്നതാണ് നമ്മുടെ ബൈൽ. അപ്പൊ അത് വലിയൊരു ഡൈജഷനിൽ വലിയൊരു കീ റോളാണ് അല്ലേ ബൈലിനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും പറഞ്ഞു. പാൻക്രിയാറ്റിക് ജ്യൂസസിലാണ് ഒരുപാട് എന്താണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഉള്ളത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ് സെക്രീറ്റ് ചെയ്യുന്ന എൻറ്ററോകൈനേസ് എന്ന് പറയുന്ന എൻസൈം സെക്രീറ്റ് ചെയ്യും. അതോടുകൂടി നമ്മുടെ ട്രിപ്സിനാക്കിയിട്ട് മാറ്റും. പിന്നെ അതിന്റെ സഹായത്തിൽ ബാക്കിയുള്ള എൻസൈംസ് ഒക്കെ ആക്ടിവേറ്റഡ് ആവും. അതുപോലെ ബൈലിലും ധാരാളം പിഗ്മെന്റ്സും കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ലിപ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യും, എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നടത്തും. അങ്ങനെയൊക്കെയാണ് എന്താണ് ഇതിന്റെ റോള്. നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും നമ്മുടെ ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഈ രീതിയിലാണ്. ഇതൊക്കെ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? So we have understood about the bile as well as pancreatic juice അല്ലേ. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ധാരാളം എൻസൈം ഉണ്ടെന്നും ബൈലിലുള്ള പിഗ്മെന്റ്സും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ. ഇനി ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ എപ്പിത്തീലിയം അല്ലേ. മ്യൂക്കോസ എന്ന് പറഞ്ഞ ലെയർ ഇല്ലേ, അവിടെയുള്ള എപ്പിത്തീലിയൽ ലൈനിങ്ങിലൊക്കെ ധാരാളം ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. What? Goblet cell. And what's the function of this goblet cells? They will secrete mucus. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂക്കോസയിൽ ഒരുപാട് ബ്രഷ് ബോർഡർ സെൽസ് ഉണ്ട്. അതും ധാരാളം എന്താണ് സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ സെക്രീഷൻസും ഈ മ്യൂക്കസും എല്ലാം കൂടെയാണ് എന്ത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ്, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? സക്കസ് എൻറ്ററിക്കസ്. സക്കസ് എൻറ്ററിക്കസ് ഇസ് ആക്ച്വലി നോൺ ആസ് ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ്. ഓക്കെ, അതിൽ എന്തൊക്കെ വരും? മ്യൂക്കസും ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസും മ്യൂക്കോസയുടെ അതുപോലെ നമ്മുടെ ബ്രഷ് ബോർഡർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതും എല്ലാം കൂടിയിട്ടാണ് സക്കസ് എൻറ്ററിക്കസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കണ്ടെയ്ൻ വെറൈറ്റി ഓഫ് എൻസൈം. ധാരാളം എൻസൈംസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഡൈസാക്രൈഡ്സ് പോലെയുള്ളതിനൊക്കെ ഇതാക്കുന്ന മാൽറ്റേസ് എന്ന് പറയുന്ന എൻസൈം, അതേപോലെ തന്നെ ഡൈപെപ്റ്റിഡേസസ് എൻസൈം, ലിപ്പേസസ്, ന്യൂക്ലിയോസിഡേസസ്, അങ്ങനെയുള്ള ധാരാളം എൻസൈം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ്. പറഞ്ഞിട്ടുള്ള എൻസൈമാറ്റിക് ആക്ടിവിറ്റീസിനൊക്കെ ഒരു ആൽക്കലൈൻ മീഡിയം വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആൽക്കലൈൻ മീഡിയവും അതേപോലെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിലുള്ള ഒരു ആസിഡ് മീഡിയത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മ്യൂക്കസ് ഒക്കെ. ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസും അതുപോലെ തന്നെ ബൈകാർബണേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ ഈ ബൈകാർബണേറ്റ്സും മ്യൂക്കസും എല്ലാം കൂടിയിട്ടാണ് ഒരു ആൽക്കലൈൻ നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു ആൽക്കലൈൻ നേച്ചർ. വി ഹാവ് സെഡ് ദാറ്റ് മെനി എൻസൈംസ് ആർ പ്രസന്റ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലേ. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ധാരാളം എൻസൈംസ് പറഞ്ഞു. അതിൽ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസസ് എന്നുള്ളതൊക്കെ പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് ആണ്. അതായത് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈംസ് ആണ്. അപ്പം നമ്മുടെ കൈമിൽ അല്ലേ, അതിൽ പാർഷ്യലി ഹൈഡ്രലൈസ് ചെയ്ത പ്രോട്ടീൻസ് ആണ്. അതിനെയാണ് പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ് എന്നൊക്കെ പറയുന്നത്. കുറച്ച് പാർഷ്യൽ ഹൈഡ്രലൈസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്നത് പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് ആയിട്ടുള്ള ട്രിപ്സിനും കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡേസസ് ഒക്കെയാണ്. അപ്പോൾ അത് എന്താക്കിയിട്ട് മാറ്റും? ഡൈപെപ്റ്റൈഡ്സ് ഫോമിലോട്ടാക്കി മാറ്റും. കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കും. പെപ്റ്റോൺസിനെയും പ്രോട്ടീൻസിനൊക്കെ ഡൈപെപ്റ്റൈഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇൻ വാട്ട് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ്സ്, ഖൈം എന്നുള്ള പാർഷ്യലി ഹൈഡ്രലൈസ് ചെയ്തിട്ടുള്ള ഫുഡിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പോർഷനെ ഹൈഡ്രലൈസ് ചെയ്യാൻ നമുക്ക് അമൈലേസ് എന്ന് പറഞ്ഞ എൻസൈംസ് ഉണ്ട് അല്ലേ. പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമ്മൾ പറഞ്ഞില്ലേ അമൈലേസ് എൻസൈം ഉണ്ട്. അപ്പോൾ ആ അമൈലേസ് ആണ് നമ്മുടെ ഖൈമിലുള്ള സ്റ്റാർച്ചിനെ ഡൈസാക്രൈഡ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. സ്റ്റാർച്ച് നമുക്കറിയാം ഒരു പോളിസാക്രൈഡ് ആണ്, കുറച്ചും കൂടെ മാക്രോ മോളിക്യൂളാണ്. അപ്പോൾ അതിനെ സിംപ്ലർ ആയിട്ടുള്ള ഡൈസാക്രൈഡ്സ് ഫോമിലോട്ടാക്കി മാറ്റുന്നത് അമൈലേസ് എൻസൈം ആണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ that is present in the pancreatic juice. And what about fats? അപ്പോൾ നമ്മൾ പ്രോട്ടീൻസിൻ്റെ കാര്യവും പറഞ്ഞു, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യവും പറഞ്ഞു അല്ലേ. ഇനി എന്താണ്? ഫാറ്റ്സിൻ്റെ ഡൈജഷൻ ആണുള്ളത് അല്ലേ. ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അവിടെ ലിപ്പേസസ് എൻസൈംസ് ഉണ്ട്.
ലിപ്പേസസ് എൻസൈം. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബൈലിൻ്റെ വൺ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ബൈലിൻ്റെ സഹായത്തോടു കൂടി ലിപ്പേസസ് എൻസൈം വിൽ ബ്രേക്ക് ഡൗൺ ദ ഫാറ്റ്സ് ഇൻ ടു ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ്സ്. ആദ്യം ഡൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റും. ഫാറ്റ് എന്ന് പറയുന്നത് ഒരു മാക്രോ ലാർജർ മോളിക്യൂളാണ്. അപ്പോൾ അതിൽ ലിപ്പേസ് ആക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള ഡൈഗ്ലിസറൈഡ്സ് ഫോമിലോട്ടാക്കി മാറ്റും. അതിന്ന് വീണ്ടും എൻസൈമാറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് മോണോഗ്ലിസറൈഡ്സ് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള ഫാറ്റ് മോളിക്യൂൾ ആയിട്ടുള്ള മോണോഗ്ലിസറൈഡ്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും പറഞ്ഞു. ഇനി എന്താണ്, നമുക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള വേറൊരു എൻസൈമാണ് ന്യൂക്ലിയേസസ്. സോ ന്യൂക്ലിയേസസ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട്സ് ഓൺ ന്യൂക്ലിക് ആസിഡ്സ് അല്ലേ. ന്യൂക്ലിക് ആസിഡിനെ ആക്ട് ചെയ്തിട്ട്, ന്യൂക്ലിക് ആസിഡ് കോംപ്ലക്സ് ആണ്, മാക്രോ ആണ്. അപ്പോൾ അതിന് ആദ്യം എന്താണ് ന്യൂക്ലിയോ ടൈഡ്സ് ആക്കിയിട്ട് മാറ്റും. അതുപോലെ ന്യൂക്ലിയോടൈഡ്സ് ദെൻ ഫെർദർ കൺവേർട്ട്സ് ഇൻറ്റു അല്ലെങ്കിൽ ഫെർദർ ഹൈഡ്രോലൈസ് ഇൻറ്റു ന്യൂക്ലിയോസൈഡ്സ്, സിംപ്ലർ ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയേസസ് എൻസൈമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എന്താണ് ധാരാളം എൻസൈംസ് അല്ലേ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ പോലുള്ള പ്രോട്ടിയോളിറ്റിക് എൻസൈം പ്രോട്ടീൻസിന് സിംപ്ലർ ആക്കിയിട്ട് മാറ്റും. അമൈലേസ് പോലെയുള്ള കാർബോഹൈഡ്രേറ്റിന് ഹൈഡ്രോലൈസ് ചെയ്യുന്ന എൻസൈം ഡൈസാക്രൈഡ്സ് ആക്കി മാറ്റും. അതേപോലെ ലിപ്പേസസ് ഫാറ്റിനെ കൺവേർട്ട് ചെയ്യും, ന്യൂക്ലിയേസസ് ന്യൂക്ലിക് ആസിഡ്സിനെ കൺവേർട്ട് ചെയ്യും. അപ്പം എന്താണ്, ലാർജർ ആയിട്ടുള്ള എല്ലാ മോളിക്യൂൾസും സംവോട്ട് സ്മോളർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം വരുന്ന എന്താണ് ഇൻഡസ്റ്റൈനൽ. ഇപ്പോൾ ഇതൊക്കെ പാൻക്രിയാറ്റിക് ജ്യൂസസിലുള്ള എൻസൈംസ് ആയിരുന്നു അല്ലേ. അതുപോലെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ എന്താണ്, അതിനെ നമ്മൾ സക്കസ് എൻറ്ററിക്കസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലുള്ള എൻസൈംസ് നമ്മുടെ ഈ എൻഡ് പ്രൊഡക്ട്സിൽ, ഇപ്പം നമ്മുടെ ഈ കാണിച്ചിട്ടുള്ള എല്ലാ റിയാക്ഷൻസിലുള്ള എൻഡ് പ്രൊഡക്ട്സിൽ വീണ്ടും ആക്ട് ചെയ്തിട്ട് അതിൻ്റെയും സിംപ്ലർ ആയിട്ടുള്ള ഏറ്റവും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ഫോമിലോട്ടാക്കി മാറ്റുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ജ്യൂസസ് അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസിലുള്ള എൻസൈംസ് ആണ് അതിനെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ സ്റ്റെപ്പൊക്കെ നടക്കുന്നത് മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ എൻഡ് പ്രൊഡക്ട്സിൽ നമ്മുടെ സക്കസ് എൻറ്ററിക്കസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രൈനൽ ജ്യൂസിലുള്ള എൻസൈംസ് ഫർദർ ആക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ സിംപ്ലർ ഫോംസ് ആക്കിയിട്ട് മാറ്റും. ഇപ്പോൾ ഡൈപെപ്റ്റൈഡ്സിൻ്റെ സിംപ്ലർ ഫോമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിംപ്ലർ ഫോമാണ് അമിനോ ആസിഡ്സ്. അപ്പോൾ ഡൈപെപ്റ്റിഡേസസ് എന്ന് പറയുന്ന എൻസൈം അമിനോ ആസിഡ്സ് ആക്കിയിട്ട് മാറ്റും ഡൈപെപ്റ്റൈഡ്സിനെ. അതുപോലെ ഡൈസാക്രൈഡ് ആയിട്ടുള്ള മാൽട്ടോസിന് അതിൻ്റെ കറസ്പോണ്ടിങ് മോണോസാക്രൈഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലാക്ടോസിന് ലാക്ടേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ഏതാണോ ഡൈസാക്രൈഡ് അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് ഫോമിലോട്ട്, സിംപ്ലർ അബ്സോർബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ സൂക്രോസ് ആണെങ്കിൽ സൂക്രേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്, നമുക്കറിയാലോ ഏതൊക്കെ മോണോസാക്രൈഡ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു ഡൈസാക്രൈഡ് കിട്ടുന്നത് എന്ന്. അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് സൂക്രോസ്. അപ്പോൾ നമ്മൾ സൂക്രോസിൻ്റെ മേലെ സൂക്രോസ് എൻസൈം ആക്ട് ചെയ്താൽ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് എന്നുള്ള സിമ്പിൾ അബ്സോർബിൾ ഫോം കിട്ടും. അതുപോലെ ന്യൂക്ലിയോടൈഡ് ആയിട്ടായിരുന്നു എൻഡ് പ്രൊഡക്റ്റ് കിട്ടിയിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ ന്യൂക്ലിയോടിഡേസസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്തിട്ട് ന്യൂക്ലിയോസൈഡ്സ് കിട്ടും. ന്യൂക്ലിയോസൈഡ്സിന് വീണ്ടും ഹൈഡ്രോലൈസ് ചെയ്തിട്ട് ഷുഗേഴ്സ് പ്ലസ് ബേസ് അല്ലേ, ഷുഗറും ബേസും എല്ലാം കമ്പൈൻ ചെയ്തിട്ടല്ലേ നമുക്ക് ന്യൂക്ലിയോസൈഡ് കിട്ടുന്നത്, നമ്മൾ പഠിച്ചതല്ലേ അല്ലേ. മോളിക്കുലാർ ബേസിസ് ഒക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഫോമായിട്ടുള്ള ഷുഗറും നൈട്രോജീനസ് ബേസും ഫോമിലോട്ട് ന്യൂക്ലിയോസൈഡ്സിനെ മാറ്റും. ലൈക്ക് ദാറ്റ് ഫാറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് എൻഡ് പ്രൊഡക്റ്റ് കിട്ടിയത് മോണോഗ്ലിസറൈഡ്സ് ആയിരുന്നു അല്ലേ, ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം വീണ്ടും ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും സിമ്പിൾ അബ്സോർബിൾ ഫോം ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോൾ അല്ലേ, ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോളാണ് മോണോഗ്ലിസറൈഡ്സും ഡൈഗ്ലിസറൈഡ്സും ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും, പ്രോട്ടീൻസിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റിൻ്റെയും അതേപോലെ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഒക്കെ ഏറ്റവും സിംപ്ലർ അബ്സോർബിൾ ഫോമിലോട്ടാക്കി മാറ്റും നമ്മുടെ ഈ ഇൻഡസ്ട്രൈനൽ ജ്യൂസിൻ്റെ എൻസൈംസ് ആക്ട് ചെയ്തിട്ട്. ക്ലിയർ ആയോ? സോ വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഡൈജഷൻ്റെ ഒരു ക്രക്സ് അല്ലേ, മെയിൻ ആയിട്ടുള്ള എല്ലാ ഡൈജസ്റ്റീവ് പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് നടന്നു കഴിഞ്ഞു. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള എല്ലാ കണ്ടൻസിൻ്റെയും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള മോളിക്യൂൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ റിയാക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, ഫൈനലി ദിസ് ഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾ റീച്ചസ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലേ. അപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈനിന് ശേഷം പിന്നെ
പ്രോസസ്സൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നത്? ലാർജ് ഇൻഡസ്റ്റൈനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഒന്നുമില്ല, മറിച്ച് 2 ഫംഗ്ഷൻസ് ആണ് ലാർജ് ഇൻഡസ്റ്റൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് ദ റീഅബ്സോർപ്ഷൻ, അല്ലേ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, നമ്മൾ ആ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന പാർട്ടിക്കിൾസിൽ നിന്നും മാക്സിമം വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ. ആസ് വെൽ ആസ് മ്യൂക്കസ് സെക്രീഷൻ, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തിട്ട് ആ വേസ്റ്റ് പാർട്ടിക്കിൾസിനെ എല്ലാം കൂടെ അഡ്ഹർ ചെയ്യാനും അതുപോലെ അതിന്റെ ഈസി പാസേജ്, അല്ലെ, ഡെഫിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ലൂബ്രിക്കേഷന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇലിയസ്, അല്ലെ, ഇലിയത്തിൽ നിന്നും എങ്ങോട്ടാണ്? നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ ആയിട്ടുള്ള സീക്കത്തിലോട്ടാണ് ഫസ്റ്റ് ഈ ഡൈജസ്റ്റീവ് ഫുഡ് എത്തുന്നത് ത്രൂ ഇലിയോസീക്കൽ വാൽവ്. ആ ഇലിയോസീക്കൽ വാൽവ് എന്ത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? ബാക്ക് ഫ്ലോ ഓഫ് ഫീക്കസ്, ഫീക്കസിനെ വീണ്ടും തിരിച്ചു കയറാണ്ടിരിക്കാൻ അവിടെ ഒരു വാൽവ് ഉണ്ട്, അല്ലേ, ദാറ്റ് ഈസ് എ ഇലിയോസീക്കൽ വാൽവ്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം പക്ക ആ വേസ്റ്റ് മെറ്റീരിയൽസിനാണ് നമ്മൾ ഫീക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാദ്യം സീക്കത്തിലോട്ടാണ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡെഫിക്കേഷന് തൊട്ട് മുൻപ് കുറച്ച് സമയം സ്റ്റോർ ചെയ്യുന്നത് റെക്റ്റത്തിലാണ്. ഓക്കെ, ദാറ്റ് വേസ്റ്റ് പാർട്ടിക്കിൾസ് ആർ സ്റ്റോർഡ് ഇൻ റെക്റ്റം ബിഫോർ ഡെഫിക്കേഷൻ, അല്ലേ. പിന്നെ ഫൈനലി ഇറ്റ് വിൽ ബി ഇജക്റ്റഡ് ഔട്ട്, അല്ലേ. ഡെഫിക്കേഷൻ പ്രോസസ്സ് ആനസിലൂടെ അത് വേസ്റ്റ്, അല്ലേ, പുറത്തേക്ക് കളയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫുഡ് ഡൈജഷനുമായിട്ട് പറയാനുള്ളത്, അല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ ഡെഫിക്കേഷൻ വരെ പറഞ്ഞു. ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ്, അല്ലേ, ഓരോ സ്റ്റേജിലുള്ള കുറേ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഫുഡ് ഫസ്റ്റ് കണ്ടാൽ, അല്ലേ, ഫുഡ് ഇൻടേക്കോട് കൂടിയാണല്ലോ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു നല്ല ഫുഡ് കണ്ടാൽ, അല്ലേ, അതിൻ്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെൽ ഡെഫിനറ്റ്ലി വിൽ പ്രൊഡ്യൂസ് സലൈവ ഇൻ അവർ മൗത്ത്, അല്ലേ. നമുക്കറിയാം, നമ്മൾ വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഒരു ഫുഡിൻ്റെ സൈറ്റ് മതി, അല്ലേ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള നമ്മുടെ ഗ്യാസ്ട്രിക്, അല്ലേ, സ്tomach ഭാഗത്തൊക്കെ ഉള്ള ജ്യൂസസ് ഒക്കെ ഇതുപോലെ ന്യൂറൽ കൺട്രോൾ വഴിയാണ്. ഓക്കെ, ന്യൂറൽ മെക്കാനിസം, ന്യൂറൽ കൺട്രോൾ വഴിയാണ് അവിടെയൊക്കെ ഇതേപോലെയുള്ള സെക്രീഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഹോർമോണൽ കൺട്രോളും ഉണ്ട്. ഹോർമോണൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ചില ലോക്കൽ ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ അതും ഹോർമോണൽ കൺട്രോളിലൂടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഹോർമോണൽ കൺട്രോൾ ആൻഡ് ന്യൂറൽ കൺട്രോളിലൂടെയാണ് ഈ ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലൂടെയുള്ള ഫുഡ് മൂവ്മെന്റ്സിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം ന്യൂറൽ സിസ്റ്റത്തിനും എൻഡോക്രൈൻ സിസ്റ്റത്തിനൊക്കെ വലിയൊരു റോൾ ഉണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? So we have completed the entire process of digestion, അല്ലേ. ഒരു ഫുഡ് നമ്മൾ കഴിച്ചതിന് ശേഷം ഡെഫിക്കേറ്റ് ചെയ്യുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡൈജഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളത്, അല്ലേ. നമ്മൾ ഓരോ പാർട്സ് വെച്ചിട്ടും എലിമെന്ററി കനാലിന്റെ ഓരോ പാർട്ടിലും എന്തൊക്കെ ഡൈജസ്റ്റീവ് പ്രോസസ് ആണ് നടക്കുന്നത്, അതിന് ധാരാളം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അല്ലേ. വെറുതെ ചുമ്മാ നടക്കുമോ? ഇല്ല, ഒരുപാട് മസ്കുലർ കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ധാരാളം സെക്രീഷൻസ്, അല്ലേ, എൻസൈംസും കാര്യങ്ങളും ജ്യൂസസും ഒക്കെ സഹായിച്ചിട്ടാണ് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അല്ല ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഡൈജഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്, അല്ലേ. കോംപ്ലക്സ് ആണ് ഇൻ ടേംസ്, അല്ലേ. നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മൈനർ ആയിട്ടുള്ള കുറേ, അല്ലേ, എൻസൈംസും അതിൻ്റെ ആക്ടിവേഷനും ധാരാളം കാര്യങ്ങളുണ്ട്, അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് അബ്സോർപ്ഷനിലോട്ട് മൂവ് ചെയ്യുക. ഡൈജഷൻ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി അബ്സോർബ്ഡ്, അല്ലേ. ഈ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യും കൂടെ വേണം നമ്മുടെ ബോഡി. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്നുള്ള കാര്യങ്ങളും എനർജിയും ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്, അല്ലേ. അപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ഈ ഡൈജഷൻ പ്രോസസ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അത് തറവായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നൊക്കെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.